അടുത്തതായി നമ്മുടെ ഈ KDL വേദിയിൽ വരുന്നത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളതെങ്കിലും മലയാളികളെല്ലാം തന്നെ അവരെ നെഞ്ചിലേറ്റി. സ്വാഗതം ചെയ്യാം മലയാളി ന്യൂ ജനറേഷന്റെ താരനായികയെ. ലെറ്റ്സ് വെൽക്കം സംയുക്ത മേനോൻ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നു മഴകേ. സംയുക്ത, വെൽക്കം ടു കേരള ഡാൻസ് ലീഗ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്ത് പറ്റി? ഒരാളുടെ പൂ ആദ്യം മേടിക്കായിരുന്നു, അവനൊരു ചെറിയൊരു പണി കൊടുത്തല്ലോ. ഒരാളുടെ പൂ ആദ്യം വാങ്ങിച്ചില്ല. എല്ലാം കൂടെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഓ ശരി, കുറച്ച് സമയം എടുക്കും അല്ലേ? അപ്പോൾ ടെലിവിഷൻ പ്രേക്ഷകയാണോ? റിയാലിറ്റി ഷോസ് കാണാറുണ്ടോ? KDL എപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് പറയാണ്, ഇപ്പോൾ സമയം കുറവായതുകൊണ്ട് ഷൂട്ടിലായിരിക്കും മിക്കവാറും. പിന്നെ ഞങ്ങളുടെ മലയാളത്തിൽ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് ഷെഡ്യൂളൊക്കെ തീരുന്ന 9:30 നൈറ്റ് ആയിരിക്കും. അപ്പം മിക്കവാറും കാണാൻ പറ്റാറില്ല. പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ സജഷൻസ് വരുന്ന സമയത്ത്, ഈ പെർഫോമൻസ് ഒക്കെ വൈറലാവുന്ന സമയത്ത് ആ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഡാൻസുമായിട്ട് എനി കണക്ഷൻ? ഡാൻസ് ഞാൻ ഇഷ്ടമാണോ? പണ്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറേ നാൾ ഒട്ടും പ്രാക്ടീസ് ഇല്ല. കുറേ നാൾ എന്ന് പറയുമ്പോൾ ഒരു വളരെ കുഞ്ഞിലെയാണ് പഠിച്ചിട്ടുള്ളത്. അത് പക്ഷേ വളരെ ഒരു 6-7 ഇയേഴ്സ് പഠിച്ചു. പക്ഷെ അതിനുശേഷം ഒരു കുറേ നാൾ പഠിച്ചില്ല, പ്രാക്ടീസ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ സ്റ്റേജിലോ അല്ലെങ്കിൽ അവിടെ ചെയറിലോ ഇരുന്ന് കുറച്ച് ഭാവാഭിനയം അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ കാണാൻ ഭാഗ്യം കിട്ടുമോ ഏതെങ്കിലും എപ്പിസോഡിൽ? അത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് സംയുക്ത ഇപ്പോൾ ചെയ്യുന്ന പ്രൊജക്ട് ഏതാണ്? ഇപ്പോൾ തിയേറ്ററിൽ ഒരു യമണ്ടൻ പ്രേമകഥ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്. ഇനി അതിനുശേഷം ഇനി റിലീസാവാൻ പോകുന്നത് അണ്ടർവേൾഡ്, ആസിഫ് ഖാൻ്റെ കൂടെയുള്ള ഫിലിം. ആൻഡ് ദെൻ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൽക്കിയാണ് വിത്ത് ടൊവിനോ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എടക്കാട് ബറ്റാലിയൻ 06 എന്ന് പറഞ്ഞിട്ട് ടൊവിനോൻ്റെ ഒപ്പം തന്നെയുള്ളൊരു ഫിലിമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ആ കോമ്പിനേഷൻ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുന്നതാണ് അർത്ഥം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ജഡ്ജസിനെ പരിചയമുണ്ടെന്ന് അറിയാം ഓൾറെഡി. അപ്പോൾ ജഡ്ജസ്, ശ്രീധർ മാസ്റ്റർ. ഇവിടെ കണ്ടസ്റ്റൻസ് ഒരുപാട് കഷ്ടപ്പെട്ട് ഈ സെലക്ഷൻ ചെയ്ത് ഇവിടെ നല്ല ഒവ്വൊരു കണ്ടസ്റ്റൻസ് സ്ട്രോങ് കണ്ടസ്റ്റാണ്. അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം തീർച്ചയായിട്ട്. ഞാൻ ഇവിടെ ജഡ്ജ് ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. കാരണം എല്ലാവരും ഈക്വലി ടാലൻറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ വന്ന് നിൽക്കില്ല. സോ ഐ എം നോട്ട് ഗോയിങ് ടു ജഡ്ജ് ദം. ജസ്റ്റ് എൻജോയ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അവർ പെർഫോം ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് അവർ ഇപ്പോൾ ഞാൻ കാണുന്ന പെർഫോമൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ കൂടെ ഐ എം ഷുവർ ദേ വിൽ ബി ടാലൻറ്റഡ്. അവർ അതിലേക്ക് മേലെ ഒരു പെർഫോമൻസ് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. அப்புறம் டான்ஸ் மாத்திரம் ப்ராக்டிஸ்லாம் மிஸ் பண்ணக்கூடாது இன்னும் கூட. ஏன்னா அப்போதான் இது ஹீரோயினா ஒரு கோரியோகிராஃபர்லாம் வரும்போது எங்களுக்கு ஹெல்ப் ஆகிட்டு ഉണ്ടാവുമല്ലേ? ഹെൽപ്പ് ചെയ്യുമോ കോറിയോഗ്രാഫേഴ്സ് ഒക്കെ വരുമ്പോൾ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിങ്ക് അല്ലേ? പിന്നെ ടോവിനോയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആക്ടറാണ്. മലയാളത്തിനും തമിഴകത്തിനും എല്ലാം ഇഷ്ടമുള്ള. ബിക്കോസ് കൂതറ എന്ന് പറയുന്നത് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് സെയിം ടീമാണ് കൂതറ ഫിലിം ചെയ്യുന്നത്. അതേ ടീം തന്നെയാണ്, ജസ്റ്റ് ഡയറക്ടേഴ്സിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. തീവണ്ടി ചെയ്തത് ഇപ്പം കൽക്കി ചെയ്യുന്നതും ഓൾമോസ്റ്റ് സെയിം ടീം. ഇവരുടെ പാസ്റ്റ് സ്റ്റോറീസിൽ എപ്പോഴും ഉള്ളൊരു മേജർ ക്യാരക്ടറാണ്. ഓ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. യെസ്, அவங்க சொன்ன மாதிரி தான் எங்கள் எல்லாருக்குமே we started. I never knew who was Tovino. I never knew who was Sunny Wayne. First time introduce பண்ணுறாங்க.
But I don't know, within a matter of one day, we just clicked. That film needed such kind of male bonding. And the padathila, Kudrala, Tovino and Sunny. We became best friends. Ipo, I'm really happy for both of them that they are young generation, they're doing really successful, especially for Tovino. You know, avan evlo kashtapatta on the timeline, I know. On the upcoming actor, financially and mentally, how stressful he was. But now I'm really happy that he has flourished as a big hero now. So youth oda enga pona Tovino Thomas, Tovino. That is something which we have achieved. And really happy for her success as well. So all the young combo has worked. Thivandi vandittu periya oru success adu. Good. Welcome to KDL. Thank you. ரொம்ப சந்தோஷம். And ஒரு நாள் டொவினோவை நம்ம கூட்டு வரலாம். Kani. Hi Samyuktha, welcome to KDL. Thank you. I've watched your interview. Ormela, Teevandi vanna samayathu. Very sensible person. Tell me frankly. Frankly. Seriously, ഒരു ചെറിയ ഇന്റർവ്യൂ കണ്ടായിരുന്നു ആ തീവണ്ടി പ്രൊമോഷൻ ചെയ്ത സമയത്ത്. Very sensible talking person. So welcome to our show. Happy to have you here today. Thank you so much. അപ്പോൾ നല്ലൊരു കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഒരു സ്പെഷ്യൽ സെലിബ്രിറ്റി ജഡ്ജിങ് സീറ്റിലേക്ക് സംയുക്ത മേനൻ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. കേരള ഡാൻസ് ലീഗിന്റെ ഈ വേദിക്ക് ഒരു കാൽപ്പനിക സൗന്ദര്യം കൊണ്ടുവരാനായി മറ്റൊരു റൊമാൻറ്റിക് പെയർ പെർഫോമൻസ്. അതെ, നമുക്ക് അതിനായി സ്വാഗതം ചെയ്യാം കൊച്ചിൻ സാമുറൈസിൽ നിന്നും അപർണ. எதுக்காக கிட்ட வந்தாளோ எதை தேடி விட்டு போனாளோ விழுந்தாலும் நான் உடஞ்சே போயிருந்தாலும் நினைவிருந்தாலே போதும் நிமிர்ந்திடுவேனே நானும். மழக்காதல் என்பது மாயவலை, சிக்காமல் போனவன் யாரும் இல்லை, சிதையாமல் வாழும் வாழ்க்கையே தேவையில்லை. நடக்காதல் என்பது மாயவலை, கண்ணீரும் கூட சொந்தமில்லை, வலியில்லா வாழும் வாழ்க்கையே தேவையில்லை. என்னை மாற்றும் காதலே, உன்னை மாற்றும் காதலே, எதையும் மாற்றும் காதலே, காதலே. என்னை மாற்றும் காதலே, உன்னை மாற்றும் காதலே, எதையும் மாற்றும் காதலே, காதலே. எதுக்காக கிட்ட வந்தாளோ எதை தேடி விட்டு போனாளோ விழுந்தாலும் நான் உடஞ்சே போயிருந்தாலும் உன் நினைவிருந்தாலே போதும் நிமிர்ந்திடுவேனே நானும். நடக்காதல் என்பது மாயவலை, சிக்காமல் போனவன் யாரும் இல்லை, சிதையாமல் வாழும் வாழ்க்கையே தேவையில்லை. நடக்காதல் என்பது
അപർണയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇല്ലല്ലോ? ഇടയ്ക്കിടയ്ക്ക് ക്യാപ്റ്റനെ നോക്കി ഒരു എനർജി വാങ്ങുമായിരുന്നു. ഇല്ല ഇല്ല. ഇല്ലല്ലേ? ഇപ്പൊ എത്ര സമയമായി? സമയമില്ല അല്ലേ? 6 മണിയായോ? ആരാണ് കൂടെ ഡാൻസ് ചെയ്ത ആള്? സക്കീർ. സക്കീർ. എവിടെയാ സ്ഥലം സക്കീറിന്റെ? കൊല്ലം. വെൽക്കം ടു കേരള ഡാൻസ് ലീഗ്. ജഡ്ജസിലേക്ക് അടക്കാം. അതെ അതെ. കനി മാം. ഹായ് അപർണ, ഹായ് സക്കീർ. ഡിഫറെന്റ് പെർഫോമൻസ് അല്ലേ? ഒരു ക്ലോക്ക് വെച്ചിട്ട് ചിന്ന മുള്ളു പെരിയ മുള്ളു. யார் சின்ன முள்ளு? நைஸ் பெர்ஃபார்மன்ஸ், கியூட் பெர்ஃபார்மன்ஸ். ஒரே ஒரு 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 சின்ன வந்து எண்ட் செய்தப்போ 2 முள்ளு சேர்ந்துருக்கலாமே அப்படின்னு தோணுச்சு. அப்படி எனக்கு தோணுச்சு. இட் வாஸ் மை பர்சனல் ஒப்பீனியன். பட் இட் வாஸ் அ நைஸ், க்ளீன், நீட் பெர்ஃபார்மன்ஸ். Thank you ma'am. நத்திங் அவுட் ஆஃப் த வேர்ல்ட். இட் வாஸ் குட். Thank you ma'am. മാസ്റ്റർ. അപർണ Yes master. നല്ല സ്റ്റൈൽ, നൈസ് പെർഫോമൻസ്. Thank you master. പാർട്ട്ണർ വാട്ട്സ് ഹിം നെയിം? സക്കീർ. ஜக்கீர். இட்ஸ் ஓகே பெர்ஃபார்மன்ஸ், பட் அபர்ணாக்கு ஈக்குவல் இல்லை. அபர்ணாக்கு இன்னும் ஸ்ட்ராங் வேணும். அபர்ணா பார்ட்னர் இன்னும் கொஞ்சம் பெட்டராக பிரைட்டாக கொஞ்சம் எடுத்திருந்தா கொஞ்சம் பெட்டராக இருந்திருக்கும். த சேம் ஸ்கூல் பெர்ஃபார்மன்ஸ், பட் அந்த மிஸ்ஸிங் ரைட் பார்ட்னர் இஸ் நாட் ஓகே. எப்போ எடுக்கும்போதும் கரெக்டாகிட்டு எடுக்கணும். Sure sir. பட் இஸ் டன் ஓகே. கண்டஸ்டன்ஸ் இப்போ கண்டஸ்டன்ஸ் பெட்டர் ஆகிட்டு செய்து, அப்போ கண்டஸ்டன்ஸ் கூட ஒரு கோரியோகிராஃபரோ ஒரு பெஸ்ட் பார்ட்னர் ஒன்லி யூ ஹேவ் டு டூ இட். இஸ் ஸ்டார்டிங் ஐ திங்க் ஸோ, ஐ டோன்ட் நோ, பட் கூல் பர்ஃபார்மன்ஸ், டோன்ட் மிஸ் இட். ஓகே. Yes sir. Thank you sir. ഭരത്. பிகினிங் ரொம்ப நல்லா இருந்தது. அப்புறம் நான் த விஷுவலாக யூ ட்ரைட் கனெக்டிங் த ஸ்க்ரீன் அண்ட் த லைவ் ஸ்டேஜில் த ஐடியா ரொம்ப நல்லா இருந்தது. அந்த பாயிண்ட் தான் நானும் சொல்லணும்னு இருந்தேன். ஏன் ரொம்ப டல்லாக இருந்தாங்க உங்கள் பார்ட்னர்? அவ்வளோ நல்ல சாங் ஆக்சுவலாக, அது ஒத்திரி நல்ல சாங் இல்லை. ஸோ எனர்ஜி கம்மியாகி வை ഫസ്റ്റ് ടൈം ഫെയർ പെർഫോമൻസ്. സ്റ്റേജേ ഫസ്റ്റ് ടൈമാ? പെയർ പെയറായിട്ട് ഡ്യുവറ്റ് ആദ്യമായിട്ടാണ്. இதுக்கு நான் வந்துட்டு என்ன பதில் சொல்கிறதுன்னு தெரியல எனக்கு. சரி, ஓகே ஃபைன். ஸோ ஃபர்ஸ்ட் ஆஃப் நல்லா இருந்தது. அதுக்கப்புறம் இங்கங்கே there were lot of dilution in the performance. கொஞ்சம் அங்கங்கே ஒத்திரி கம்மியாகி. பட் அப்புறம்னா யூ நீட் டு சூஸ் இந்த மாதிரிலாம் வரும்போது யூ ஹவ் டு மேக் ஷூர் தட் யூ சூஸ் யுவர் ரைட் பார்ட்னர். என்ன ப்ராப்ளம் ஆகுதுன்னா அதனால உங்களுக்கு மார்க் கம்மியாகும், அவர் போயிடுவார் வீட்டுக்கு. கடைசியில் யூ ஆர் டேக்கன் இன் டு கன்சிடரேஷன் when it comes to marks. ஓகேங்களா? நீட் பெர்ஃபார்மன்ஸ், ஆல் தி பெஸ்ட். Thank you sir. നമുക്ക് നമ്മുടെ ഗസ്റ്റിനോട് ചോദിക്കാം അല്ലേ ഇന്ന്. സംയുക്ത, എന്ത് തോന്നി നമ്മുടെ KDLന്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട്? ഞാൻ ഇവർ രണ്ടുപേരും ജഡ്ജ് ചെയ്യാൻ ഒരു പ്ലാനും ഇല്ല. എന്നെ സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വന്ന ഒരാളാണ്. യു ബോത്ത് ഡിഡ് നല്ലൊരു, എനിക്കിഷ്ടമായി കാണാനായിട്ട്. എസ്പെഷ്യലി നിങ്ങൾ ചെയ്ത ഫോർമേഷൻസ് ഒക്കെ അത് നിങ്ങൾ കോൺഷ്യസ്ലി അങ്ങനെ വന്നതാണോ എന്നറിയില്ല. ആ ക്ലോക്കിൻ്റെ നടുവിൽ കുറേ ഹാർട്ട് ഷേപ്പൊക്കെ നിങ്ങൾ ഫോർമേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ വാളിൽ കാണാനായിരുന്നു ഒന്നും കൂടെ രസം. പിന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നെ മാറ്റും കാതലേ ഏതയും മാറ്റും കാതലേ. സോ ആ ഒരു ലവ് കുറച്ചുകൂടെ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് കാണുന്നവരിലേക്ക് സ്പ്രെഡ് ചെയ്യാമായിരുന്നു. അത്രയേ ഉള്ളൂ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.